എല്ലാവരും എന്ത് പറയുന്നു, സുഖമല്ല എല്ലാവർക്കും? ഞാൻ അത്ര ഫീലിംഗ് ഗുഡല്ല കേട്ടോ. ആക്ച്വലി എനിക്ക് എൻ്റെ മൈൻഡ് അത്ര സുഖമില്ല, ഹെൽത്ത് വൈസ് ഞാൻ അത്ര ഓക്കെ അല്ല കേട്ടോ. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമുക്കൊരു നേച്ചർ വാക്ക് ചെയ്യാമെന്ന്. നമ്മുടെ പ്രകൃതിക്ക് നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ ഹീൽ ചെയ്യാനുള്ളൊരു പവർ ഉണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പം ഞങ്ങളുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ വട്ടം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കണ്ടോ, വയലുകളും പുഴകളും കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളും ഒക്കെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോസിറ്റീവ് വൈബുള്ളൊരു ഗ്രാമമാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇന്ന് ഒരു നേച്ചർ വാക്ക് ആവാം. അപ്പം എൻ്റെ കൂടെ നിങ്ങളും ജോയിൻ ചെയ്യല്ലേ? നല്ല ഇളം കാറ്റുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പാടവരമ്പത്ത് കൂടെ ഒന്ന് നടക്കാം. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണോ? ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പോഴേ അവിടെ ഉണ്ടല്ലോ, അവിടെ കൊയ്ത്ത് നടക്കുന്നുണ്ട് കേട്ടോ. വലിയ വലിയ മെഷീനൊക്കെ വന്നിട്ട് കൊയ്ത്ത് നടക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഇവിടെ കൊയ്ത്ത് നടക്കുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. പാടത്തെ മെഷീൻ കൊണ്ട് കൊയ്യുന്ന ഒരു കാഴ്ച ഇപ്പൊ അവിടെ കൊയ്ത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചെന്താമര പൂക്കൾ ഇങ്ങനെ വിരിയാൻ കൊതിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. താമര പൂട്ടി കണ്ടോ, നല്ല ചോന്ന താമരകള്. ഓക്കേ, അവിടെ സൺസെറ്റ് സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് കേട്ടാ. ഭയങ്കര രസമാണ് ആക്ച്വലി ഇവിടെ വന്നാൽ. എത്ര വലിയ അസുഖങ്ങളും നമുക്ക് മറക്കാൻ പറ്റും. അസുഖം മാറ്റാമെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു തള്ളായിരിക്കും. അസുഖങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളുണ്ടല്ലോ, നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറ്റാൻ പറ്റും കേട്ടോ. അത്രയും നല്ല വൈബാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ കുറേ പേര് നടക്കാനൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതേ കുറേ പേര് നടക്കാൻ വരുന്നവർ ഇപ്പം കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങളുടെ ഈ ഗ്രാമം? ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല കേട്ടോ സുഹൃത്തുക്കളെ. ഇവിടെയൊക്കെ ജീവിക്കാൻ പറ്റിയതും ഈ ഒരു ശുദ്ധവായു ശ്വസിക്കാൻ പറ്റിയതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമാണ് അല്ലേ. ഇപ്പം നമ്മൾ ടൗണിലൊക്കെ താമസിച്ചിട്ട് നാട്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ശുദ്ധവായു ശ്വസിക്കുന്നതിൻ്റെ ആ ഒരു സുഖവും ഈ ഇളം കാറ്റിലൂടെ ഈ പാടത്തു കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ ബഹ്റൈനിലുണ്ടായിരുന്ന കാലത്തൊക്കെ അവിടെ ഇപ്പോൾ കൃഷി അവർ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ചില ഏരിയയിൽ മാത്രമാണ്. പക്ഷെ ഞാൻ താമസിച്ചിരുന്നിടത്തുണ്ടല്ലോ, ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ സത്യം പറഞ്ഞാൽ ഒരു പച്ചപ്പ് കാണാൻ കൊതിച്ചിട്ടുണ്ട്. ലൈക്ക് ഞാൻ താമസിച്ചിരുന്ന എൻ്റെ ബിൽഡിങ്ങിന്റെ നിയറസ്റ്റ് ഉള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞത്. അവിടെ ഫുള്ള് എനിക്ക് പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കെട്ടിടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറയാ, ഒരു കോൺക്രീറ്റ് കാട് എന്നൊക്കെ പറയില്ലേ. ഫസ്റ്റ് എനിക്ക് ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് ബഹ്റൈനിലേക്ക് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. എന്താ പറയാ, ഭയങ്കര ടെൻഷനും വിഷമവും വിഷാദവും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നും ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എൻ്റെ വിഷമങ്ങളും എൻ്റെ ആ ഫ്രസ്ട്രേഷൻസ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചാനൽ തുടങ്ങിയത്. ആ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ട്രാവൽ ചെയ്തു, അവിടെയും കൃഷിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കൃഷി അന്യം നിന്ന് പോവാണ് അല്ലേ. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ശുദ്ധവായു ലഭിക്കാനും ശുദ്ധമായ വെള്ളം കിട്ടാനുമാണ് ഇനി ഫ്യൂച്ചറിൽ മനുഷ്യന്മാർ തമ്മിൽ ഈ യുദ്ധങ്ങൾ നടക്കാൻ പോണത്. നമ്മുടെ ഗ്രാമമൊക്കെ നമുക്ക് ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യാം. ആക്ച്വലി ഈ ഗ്രാമം വരുന്നതുണ്ടല്ലോ, ഞങ്ങളുടെ ഈ ഗ്രാമം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത്. അങ്ങനെ ഇരിഞ്ഞാലക്കുട എന്ന് പറയുമ്പോഴാണ് കുറച്ചും കൂടി അറിയുള്ളൂ കേട്ടോ. ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് നെടുമ്പാളെന്ന് പറയും. മാപ്രാണം ഒക്കെ അടുത്ത്, മാപ്രാണം ഷാപ്പ്. ഇപ്പൊ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞിട്ട്. പ്രാവിൻകൂട് ഷാപ്പൊക്കെ ഈ ഒരു പാടത്തിന് അടുത്തായിട്ടാട്ടോ, വേറൊരു സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൈകോർക്കാം നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ അമ്മയെ ഇതുപോലെ തന്നെ പരിപാലിക്കാനായിട്ട്. പാടങ്ങളൊക്കെ നികത്തുന്നത് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് സംരക്ഷിക്കാം. ഈ ഒരു ഭംഗി നമ്മുടെ വരും തലമുറയ്ക്കും കൂടി നമുക്ക് എന്താ പറയാ കാത്തു സൂക്ഷിച്ച് കൈമാറാം.